കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഫ്രഷ് കക്കയിറച്ചി ക്ലീൻ ചെയ്ത് റോസ്റ്റ് തയ്യാറാക്കണത് എങ്ങനെയെന്ന് നോക്കാം. എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം പറയണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ. ആദ്യം നമുക്ക് ഫ്രഷായിട്ടുള്ള കക്ക, കല്ലുമ്മക്കായി എന്നൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പറയുമല്ലേ, ഇത് നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. അതിൻ്റെ പുറഭാഗമൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് നമുക്കിതൊന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് അതൊന്ന് പൊളിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ആ കക്കയൊന്ന് പിളർന്ന് വരും കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലുള്ള ഫ്ലഷ് മാറ്റിയെടുത്ത് ക്ലീൻ ചെയ്ത് കറി വയ്ക്കാം. ഇതാ കണ്ടില്ലേ, ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചു. ഇതാ വലിയ കല്ലുമ്മക്കായാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ പിളർന്ന് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് വെള്ളം മാറ്റി കളയണം കേട്ടോ. ഇത് ഇത്രയും മതി. ഇത്രയും പിളർന്ന് കിട്ടിയാൽ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഫ്ലഷ് നമുക്ക് എടുത്തു വെക്കാൻ കഴിയും. ഇതിൽ വെള്ളം മാറാനായിട്ട് വെച്ചു. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അതാ ഇതേപോലെ ഒന്ന് പൊളിച്ചെടുക്കാം. വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, ഇതേപോലെ ഓരോന്നായിട്ട് നമുക്ക് പൊളിച്ചെടുത്ത് അതിൻ്റെ ഫ്ലഷെല്ലാം മാറ്റി വെക്കാം. എന്നിട്ട് ഇനി ചെയ്യേണ്ടത്, അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിറയെ അഴുക്കുകളുണ്ടാവും. അതിൻ്റെ വേസ്റ്റൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടാവും കേട്ടോ. അതൊന്ന് പൊളിച്ചെടുത്ത് വെള്ളത്തിലൊന്ന് കഴുകി, പൈപ്പ് വെള്ളത്തിലോ എങ്ങനെയോ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിലുള്ള വേസ്റ്റ് എന്തായാലും കളഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത്രയും ചെയ്തതിന് ശേഷം നമുക്ക് കറി തയ്യാറാക്കാനായിട്ട്, അതായത് റോസ്റ്റാണ് ഞാൻ ചെയ്യണത്, കല്ലുമ്മക്കായ റോസ്റ്റാണ് കേട്ടോ. അതിനായിട്ട് തക്കാളിയും വലിയുള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചു. ഇത്രയും ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി കട്ട് ചെയ്ത് വെച്ചതും, സവാളയാണ്, ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തു. കുറച്ച് പച്ചമുളകും കൂടി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മുളക് പൊടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് പച്ചമുളക് എരിവില്ലാത്തതാണ് ചേർത്തത് കേട്ടോ. ഒരല്പം ഉപ്പ് പൊടിയൊക്കെ സവാളയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കണം. അത്യാവശ്യം ഒന്ന് വഴന്നു വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തക്കാളി കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളിയാണ്. ഗ്രേവിയിലേക്കൊന്ന് കുറുകി വരട്ടെ, വെന്തുടഞ്ഞ് വരണം. അത്യാവശ്യം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം ചേർത്ത് കക്കയിറച്ചി വേവിക്കുമ്പോൾ ഒന്നും കൂടി തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ വഴന്നാൽ മതിയാവും. പച്ചമണമൊക്കെ ഒന്ന് പോയി അത്യാവശ്യം വഴന്നു വന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരല്പം ഗരം മസാലയും കൂടി ചേർത്തത്. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുത്തു. കരിയാതെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം ഒന്ന് വഴന്നു വന്നാൽ മതി കേട്ടോ. പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് വഴന്നു. ഇതിലേക്ക് ചൂടുവെള്ളം പച്ചവെള്ളം ആയാലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. പാകത്തിന് ഉപ്പും കൂടി ചേർക്കണം. ഞാൻ ഉള്ളി വഴറ്റുമ്പോൾ ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർക്കേണ്ടി വന്നുള്ളൂ പിന്നീട്. ഇനി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ അല്ലെങ്കിൽ കക്കയിറച്ചി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ പാകമുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഈ കല്ലുമ്മക്കായ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. ഈ ഗ്രേവിയിലേക്ക് അങ്ങ് കുറുകി പിടിച്ച് വരണം. ഇത് കുറച്ച് കട്ടിയുള്ള ഫ്ലഷ് അല്ലേ, അപ്പോൾ കുറച്ച് സമയമെടുത്തേ നമുക്കിതിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിപ്പിക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് ഒന്ന് സിമ്മിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. കുറുകിയ ഗ്രേവിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിച്ച് കുറുകി വന്നിട്ടുണ്ട്. മസാലയൊക്കെ ചേർന്ന് പിടിച്ച് ഉപ്പും എരിവും എല്ലാം പാകമായിട്ടുണ്ട് കേട്ടോ. ഈ സമയം കുറച്ച് കുരുമുളക് ചതച്ചതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് ഒരല്പം കറിവേപ്പിലയോ മല്ലിച്ചപ്പോ ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച സൂപ്പർ കക്ക റോസ്റ്റാണ് കേട്ടോ. എല്ലാവരും അഭിപ്രായം പറയൂ.